ലളിതാ സഹസ്രനാമത്തിൽ ഹ്രീംകാര്यै നമഃ എന്നുള്ള മന്ത്രത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ 60 മന്ത്രങ്ങളിലായിട്ട് ലളിതാ ത്രിശതി കുറച്ചും കൂടി വിശദമായിട്ട് പറയുന്നു. ആ മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ലളിതാ ത്രിശതി ഇപ്പോൾ വർണ്ണിക്കുന്നത്. ഹ്രീംകാര തരുമഞ്ജരി, ഹ്രീംകാര സുമനോമാധി എന്നുള്ളതാണ് അടുത്ത 2 മന്ത്രങ്ങൾ. ഹ്രീംകാരമാകുന്ന സുമനസ് അല്ലെങ്കിൽ പുഷ്പങ്ങളുടെ മാധ്വിയാണ്, തേനാണ് ദേവി. സാധാരണ പുഷ്പങ്ങൾ വികസിക്കാറുണ്ട്, അതിൻ്റെ ഉള്ളിൽ തേനുണ്ട്, അതിനെ നുകരാൻ വണ്ടുകൾ വരുന്നു, ആ മകരന്ദങ്ങളെ വേറൊരു പുഷ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വംശവൃദ്ധിക്ക് അത് കാരണമായി തീരുന്നു. ഇങ്ങനെ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് അത് നീങ്ങുന്നു. അതുപോലെ ഏതൊരു ഉപാസനയുടെയും സാരമാണ് ദേവി, അതിൻ്റെ തേനാണ് ഈ പ്രക്രിയയ്ക്ക് കാരണം. അതുകൊണ്ട് ഹ്രീംകാരമാകുന്ന സുമനസ്സിൻ്റെ തേനാണ് ദേവി, മാധ്വിയാണ് ദേവി. അതിൻ്റെ സാരഭൂതയായിട്ടുള്ളത് ദേവിയാണ് എന്നാണ് ഈ മന്ത്രത്തിൽ നമ്മൾ സാമാന്യമായിട്ട് ഗ്രഹിക്കേണ്ട വിഷയം. അതുപോലെ ഈ പുഷ്പഗുച്ഛങ്ങൾ, പൂങ്കുലകൾ നമ്മൾ കേരളത്തിൽ ഓണക്കാലത്തൊക്കെ കാണാം. ഹ്രീംകാര തരുമഞ്ജരി, ഇങ്ങനെ മാവൊക്കെ പൂത്ത് നിൽക്കുന്നതും പൂത്തുലഞ്ഞ് നിൽക്കുന്നതും പിന്നീടത് നിറച്ച് കായ്കളായിട്ട് മാറുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഹ്രീംകാരമാകുന്ന തരുവിൽ, വൃക്ഷത്തിൽ അതിൻ്റെ പൂങ്കുലകളാണ് ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ പുഷ്പഗുച്ഛങ്ങൾ അത് കായായിട്ട് പരിണമിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഒരു ആത്മസാധകൻ മോക്ഷേച്ഛമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലപ്രാപ്തിക്ക് വേണ്ടിയോ ഒരു ഗുരുവിനെ പ്രാപിക്കുന്നു, അദ്ദേഹത്തിൽ നിന്നും മന്ത്രം സ്വീകരിക്കുന്നു, പരമാവധി അദ്ദേഹം പറഞ്ഞ പ്രകാരം അത് ജപിക്കുവാനും സാധന ചെയ്യുവാനുമൊക്കെ അതിൻ്റെ തത്വം ഗ്രഹിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് അതിനെ ഉദ്ദേശശുദ്ധിയോടുകൂടി ക്രമമായിട്ട് ദിവസം തെറ്റാതെയൊക്കെ ജപിക്കുന്നു. അങ്ങനെ ജപിക്കുമ്പോൾ ആ വേണ്ട ഫലങ്ങൾ അദ്ദേഹത്തിന് ഐഹികമായിട്ടും ആമുഷ്മികമായിട്ടും, നമ്മൾ പലപ്പോഴും രോഗം മാറണം അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖനിവാരണം വേണം എന്ന് വിചാരിച്ചിട്ടാണ്, എല്ലാവരുടെയും ലക്ഷ്യം ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവാരണമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മന്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ജപിക്കുന്നു. അത് ഹ്രീംകാരമായാലും ഏത് മന്ത്രമായാലും ഇതാണ് അതിന് കാരണം. അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തും. ഹ്രീംകാരമാകുന്ന തരു, അതിൻ്റെ മഞ്ജരിയാണ്, പൂങ്കുലയാണ് ദേവി. ആ പൂങ്കുല പിന്നീട് കായ്കളായിട്ട് പരിണമിക്കുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തരു എന്ന് വെച്ചാൽ താരണാത് തരുഹു. നമ്മൾ ഈ സംസാര സാഗരം അക്കരയിലെത്തുവാൻ നമുക്ക് വഴി അറിയില്ല. ഒരു നദിയുടെ ഇക്കരയിലാണ് നമ്മൾ, അക്കരയിലേക്ക് നമ്മൾ എത്തണമെന്ന് വിചാരിക്കുന്നു. അതിന് നമുക്ക് സഹായിക്കുന്നതാണ് ഈ മരം കൊണ്ടുണ്ടാക്കിയ വള്ളങ്ങൾ. അതുകൊണ്ടാണ് താരകമന്ത്രം എന്നൊക്കെ നമ്മളതിനെ പറയുന്നത്. ഈ വള്ളം പോലെ ഇതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മറുകര എത്തിച്ചേരുന്നു. അതിന് മന്ത്രസാധന, ഗുരുപദേശം ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ഹ്രീംകാരമാകുന്ന തരുവിൽ, ഹ്രീംകാരം ഉപാസന തരുവാണെങ്കിൽ അതിൻ്റെ മഞ്ജരിയാണ് ദേവി, അതിൻ്റെ പൂങ്കുലയാണ് ദേവി എന്ന് നമ്മൾ എന്നും കാണുന്ന പുഷ്പങ്ങളെ വെച്ചുകൊണ്ട് ലളിതാ ത്രിശതി അതിനെ കാണുമ്പോഴൊക്കെ നമ്മളെ ദേവിയെ സ്മരിക്കുന്ന രീതിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ 2 മന്ത്രങ്ങൾ. ഇനി അടുത്തുള്ള 3 മന്ത്രങ്ങൾ ഹ്രീംകാര മൂർത്തി, ഹ്രീംകാര സൗദശൃംഗ കപോതിക, ഹ്രീംകാര ദുഗ്ധാബ്ദിസുധ എന്നുള്ളവയാണ്. ദേവി സത്വരജസ്തമോ ഗുണങ്ങളും അതിൻ്റെ അപ്പുറത്തും സത്വാത്മികയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഹ്രീംകാര മൂർത്തി. ദേവിയുടെ മൂർത്തി എന്ന് പറയുന്നത് ഈ ത്രിഗുണങ്ങളും ത്രിഗുണങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന പരമാത്മസ്വരൂപവുമാണ് എന്നുള്ളതാണ് ഹ്രീംകാര മൂർത്തി എന്നുള്ള മന്ത്രം സൂചിപ്പിക്കുന്നത്. ഹ്രീംകാര സൗദശൃംഗ കപോതിക എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ഇതൊരു ഒരു ദൃശ്യം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നു.
ഒരു വലിയ കൊട്ടാരം, അതിൻ്റെ സൗധം അല്ലെങ്കിൽ ഉത്തുംഗ ശൃംഗം, അതിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം, അതിൽ ഏകാന്തമായിട്ട് ഒരു പക്ഷി ഇരിക്കുന്നു. അത് പകുതി കണ്ണടച്ചിരിക്കുന്നു. അത് വിശ്രാന്തി സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന വികാരങ്ങൾ ഇതാണ്. സാധാരണ രാജകൊട്ടാരത്തിൽ താമസിക്കുന്നവർ പൗർണമി ദിവസം അല്ലെങ്കിൽ അതുപോലെ അവർ വിശ്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ രാത്രി സമയത്ത് വിശ്രാന്തി സുഖം അനുഭവിക്കാൻ അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്കാണ് പോകുന്നത്. അവിടെ അവർ അതിൻ്റെ നിലാവിൻ്റെ പ്രകാശം ആസ്വദിച്ചുകൊണ്ടും വിശ്രമിച്ചുകൊണ്ടും ഒരു ശാന്തിയെ അനുഭവിക്കുന്നു. അതുപോലെ സാധന തുടക്കത്തിൽ തീവ്രമായ മന്ത്രജപ സാധന ചെയ്ത് അത് ശീലമായി സത്വഗുണം വർദ്ധിച്ചിട്ടുള്ള ഉത്തമ സാധകർ ഉയരങ്ങളിലേക്ക് എത്തുന്നു. അവിടെ ദേവിയുടെ സാന്നിധ്യം അനുഭവിക്കുന്നു. അവിടെ ധ്യാന നിമഗ്നരായിട്ട് അവർ ഇരിക്കുന്നു. പകുതി കണ്ണടച്ച് ഒരു പക്ഷി അന്തർലക്ഷ്യോ ബഹിർദൃഷ്ടി എന്ന് പറയും. ഒരു പക്ഷി കണ്ണ് തുറന്നിരുന്നാലും അതിൻ്റെ ലക്ഷ്യം ഉള്ളിലാണ്. അതുപോലെ ഇത് പകുതി കണ്ണടച്ച് തൻ്റെ ഉള്ളിൽ തന്നെ നോക്കുന്നു. ആത്മാനന്ദം എന്നുള്ള ഒരു സുഖത്തെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അർദ്ധനിമീലിത ചക്ഷുസായിട്ടത് നിൽക്കുന്നത്. അതുപോലെ സാധകർ താഴത്തെ കാമക്രോധാദികളൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും ഉയർന്ന് ഉയരങ്ങളിലേക്ക് എത്തുന്നു. അവിടെ അവർ വിശ്രമസുഖം അനുഭവിക്കുന്നു. അവിടെ പരമാത്മ സ്വരൂപിണിയായ ദേവിയെ കാണുന്നു. അതിൻ്റെ ഒരു അടയാളമാണ് സൗദശൃംഗ കപോതിക, ഹ്രീംകാര സൗദശൃംഗ കപോതിക. ഹ്രീംകാരമാകുന്ന സാധന ഒരു കൊട്ടാരമായിട്ടും അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വസിക്കുന്ന പക്ഷിയെ ദേവിയായിട്ടും ഇതിൽ ഉപമിക്കുന്നു. ഹ്രീംകാര സൗദശൃംഗ കപോതിക എന്നുള്ളതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം ഇതാണ്. അത്യുത്തമമായ ശ്രീ ലളിതാ സഹസ്രനാമ മന്ത്രങ്ങളുടെ നാമങ്ങളുടെ അർത്ഥം നമ്മൾ കണ്ടു. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക് പിന്നെയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.